പ്രിയൻ, ഈ കോടതിക്കെതിരെയൊക്കെ BJP നേതാക്കൾ നടത്തിയ ഈ പരാമർശങ്ങളൊക്കെ ഈ കേന്ദ്ര നേതൃത്വം തള്ളി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് അടക്കം അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊക്കെ തന്നെ. അത് എന്താ അതിനെക്കുറിച്ച് എന്താ കൂടുതൽ പറയാനുള്ളത്? അതായത് സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളെയാണ് ഈ നിഷികാന്ത് ദുബെയും ദിനേശ് ശർമ്മയും അടക്കമുള്ള BJP നേതാക്കൾ വിമർശിച്ചത്. പാർലമെന്റ് അടച്ചിടാം, നിങ്ങൾ ആജ്ഞാപിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള അത് രൂക്ഷമായ വിമർശനമാണ് കോടതിക്കെതിരെ ഉന്നയിച്ചത്. കോടതി സൂപ്പർ പാർലമെന്റ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ്, സാധാരണ നിയമനിർമ്മാണം എന്ന് പറയുന്നത് കോടതിയുടെ ജോലിയല്ല, പാർലമെന്റിന്റെ ജോലിയാണ്. പാർലമെന്റാണ് അത് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഗവർണറുടെ ഈ പറയുന്ന ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന നടപടിക്കെതിരെയാണ് കോടതി ആദ്യം രംഗത്ത് വന്നത്. കോടതി പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്, 3 മാസം വരെ, 1 മാസം പിടിച്ചു വയ്ക്കുക, അതിനപ്പുറം വീണ്ടും അയക്കുകയാണെങ്കിൽ 3 മാസത്തിനകത്ത് ഈ ബില്ലുകൾ പാസ്സാക്കണം എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. ശരിക്കും അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത് ഇതാണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെയില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അതീതമായിട്ട് കോടതി ചെയ്യുന്നത് ശരിയാവില്ല. കോടതി പറഞ്ഞ വീറ്റോ, അങ്ങനെ ഒരു വീറ്റോ സിസ്റ്റം ഇന്ത്യയിലില്ല. ഇപ്പം അമേരിക്കയിൽ വീറ്റോ ഉണ്ട്, പോക്കറ്റ് വീറ്റോയും ഈ പറയുന്ന അബ്സല്യൂട്ട് വീറ്റോയും ഒക്കെ അവർ പ്രയോഗിക്കാറുണ്ട്. ഈ സെനറ്റ് അയക്കുന്ന ബില്ലുകൾ പിടിച്ചു വയ്ക്കുക എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർക്കൊരു ചെക്സ് ആൻഡ് ബാലൻസ് ഒരു സിസ്റ്റമാണ് അമേരിക്ക പിന്തുടരുന്നത്. അപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഈ ബില്ല് പിടിച്ചു വയ്ക്കുകയും കുറച്ച് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പിടിച്ചു വയ്ക്കുക, അത് പോക്കറ്റ് വീറ്റോ ചെയ്യുക ഇല്ലെങ്കിൽ തള്ളിക്കളയുകയോ ഒക്കെ ചെയ്താൽ സെനറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും അയക്കും, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസിഡന്റിന്റെ കാര്യങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ബില്ല് ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കും സെനറ്റ് അതിനെ ബ്ലോക്ക് ചെയ്യും. സെനറ്റിന് പല അധികാരങ്ങളുണ്ട്, സവിശേഷമായ അധികാരം ഇന്ത്യയിലെ പോലെ അല്ല. അമേരിക്കൻ പാർലമെന്റിന് പല വിധത്തിലുള്ള അധികാരങ്ങളുണ്ട്. അങ്ങനെ അമേരിക്കൻ കോൺഗ്രസ്സിന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരത് പിടിച്ചു വയ്ക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഈ സിസ്റ്റം ഉള്ളത് ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് മറുകൃത്യം ഇവർ ഇപ്പുറത്ത് ചെയ്യും, സെനറ്റ് ചെയ്യും. ആ സെനറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ പ്രസിഡന്റ് ഈ പറയുന്ന ബില്ല് പാസ്സാക്കും. അങ്ങനെ അന്യോന്യ ഒരു ബാലൻസ്, ചെക്സ് ആൻഡ് ബാലൻസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അമേരിക്കൻ സിസ്റ്റം പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായമല്ല ഉള്ളത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു വീറ്റോ സിസ്റ്റം ഇല്ല. പക്ഷേ ഗവർണർ ഒരു ബില്ല് പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ വീണ്ടും നിയമസഭയ്ക്ക് അത് പാസ്സാക്കി അയക്കാം. വീണ്ടും ഗവർണർക്ക് ഒപ്പിട്ടില്ലെങ്കിൽ അത് നിയമം പാസ്സായതായിട്ട് പ്രഖ്യാപിക്കുക. അങ്ങനെയൊക്കെ പല രീതികളുമുണ്ട്. പക്ഷേ ഗവർണർ ഇത് പാസ്സാക്കാതെ കുറേ നാൾ ഒന്നും ചെയ്യാതെ പിടിച്ചു വയ്ക്കുകയും പിന്നെ അതിനുശേഷം തിരിച്ചയച്ചാൽ വീണ്ടും പാസ്സാക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഗവർണർ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ നിയമത്തിന്റെ ചില പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഇത് ബില്ലിന്റെ പരിഗണന അല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ വരുള്ളൂ. അതിനെതിരെയാണ് കോടതി പരാമർശം നടത്തിയത്, ഗവർണറുടെ ഇത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കോടതി അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ടും ഞാൻ പറയുകയാണ്, അത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല സൃഷ്ടിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ കോടതിയുടെ രീതി എന്ന് പറയുന്നത് ഈ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ സുപ്രീം കോടതിയെ വിളിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ പ്രൊട്ടക്ടറാണ്. അത് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതി നേരിട്ട് സമീപിക്കാൻ കഴിയും, ആർട്ടിക്കിൾ 32 പ്രകാരം. അങ്ങനെയൊക്കെയുള്ള സവിശേഷമായ ചില കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമാണോ എന്ന് പരിശോധിക്കുന്നതൊക്കെ കോടതിക്ക് അത്തരത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോടതിയിൽ അതാണ് നമ്മളിപ്പോൾ വഖഫ് ബില്ല് വന്നപ്പോൾ നേരെ കോടതിയിലേക്കാണ് പോയത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കോടതിയെ സമീപിക്കാം. അങ്ങനെ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കോടതി ഈ പറയുന്ന എക്സിക്യൂട്ടീവിൻ്റെ അല്ലെങ്കിൽ ഈ ടെമ്പററി എക്സിക്യൂട്ടീവിൻ്റെയൊക്കെ കാര്യങ്ങളിൽ വളരെ രൂക്ഷമായി ഇടപെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ BJP നേതാക്കൾ ഇതിന് അസഹിഷ്ണുതയോടുകൂടി തിരിച്ച് പ്രതികരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് നദ്ദ അതിന് പകരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാട് തിരുത്തിക്കൊണ്ട്, ദുബൈയുടെയും ശർമ്മയുടെയൊക്കെ നിലപാടുകൾ തിരുത്തിക്കൊണ്ട് ജുഡീഷ്യറിയെയും രാജ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും കുറിച്ച് BJP MP നിഷികാന്ത് ദുബെയും ദിനേശ് ശർമ്മയും നടത്തിയ പരാമർശങ്ങളുമായി BJPക്ക് ബന്ധമില്ല. ഇവ വ്യക്തിപരമായ പരാമർശങ്ങളാണ്. എന്നാൽ BJP ഇത്തരം പരാമർശം അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല. ഇത്തരം പരാമർശങ്ങൾ BJP തള്ളിക്കളയുന്നു. BJP എന്നും ജുഡീഷ്യറിയെ ബഹുമാനിക്കുകയും അതിന്റെ നിർദ്ദേശങ്ങളും വിധികളും പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയുടേതുൾപ്പെടെയുള്ള രാജ്യത്തെ എല്ലാ കോടതികളും നമ്മുടെ ജനാധിപത്യത്തിന്റെ അഭിവാജ്യ ഘടകവും ഭരണഘടനയെ താങ്ങി നിർത്തുന്ന ശക്തമായ തൂണുമാണെന്ന് BJP വിശ്വസിക്കുന്നു. ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ആ നേതാക്കളോടും മറ്റുള്ളവരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് നദ്ദ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ്.
നേരത്തെ ഈ പറഞ്ഞിരുന്നത് സുപ്രീം കോടതി പരിധി വിടുകയാണെന്നും നിയമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ പാർലമെന്റ് മന്ദിരം അടച്ചിടാമെന്നുമാണ് നിഷികാന്ത് ദുബെ പറഞ്ഞത്. രാഷ്ട്രപതിയാണ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്, പാർലമെന്റാണ് രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കോടതിക്ക് അനുകൂലമായ ഒരു ശക്തമായ നിലപാട് തന്നെ എടുത്തിരിക്കുന്നത്. അതായത് കൃത്യമായിട്ടൊരു ഒരു നയമാണ് BJP പറഞ്ഞിരിക്കുന്നത്. കാരണം കോടതിയുടെ നടപടികൾക്ക് മേൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുക, അതായത് വിധിയെ നമുക്ക് വിമർശിക്കാം, കോടതിയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വ്യക്തിപരമായിട്ട് നമുക്ക് വിമർശിക്കാൻ കഴിയില്ല. നമുക്കെന്നല്ല ഒരു ജഡ്ജിയെയും നമ്മുടെ നിയമം അത് അനുവദിക്കുന്നില്ല. കാരണം വിധിയെ വിമർശിക്കാം, വിധിയെ പരിശോധിക്കണമെങ്കിൽ അതിനെ നൂലിൽ കീറി പരിശോധിക്കുക, അതിന്റെ നിയമ പ്രശ്നങ്ങളെല്ലാം പറയുകയും ചെയ്യാം. പക്ഷേ ഒരു കാരണവശാലും വ്യക്തിപരമായ ജഡ്ജികളെയോ ഇല്ലെങ്കിൽ ജഡ്ജി അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വിധി വന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് വ്യക്തി അധിക്ഷേപമായിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ജുഡീഷ്യറിയുടെ സിസ്റ്റത്തിനെ വളരെയധികം ബഹുമാനിക്കുന്ന, അതിനൊരു പ്രത്യേകമായ പരിഗണന കൊടുക്കുന്ന, ആ രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സംഘടനയ്ക്കും ഒരു വ്യക്തിക്കും അത്തരത്തിൽ ജുഡീഷ്യറിക്ക് മേൽ കടന്നു കയറാൻ കഴിഞ്ഞ ഇത്തരത്തിലുള്ളൊരു വിമർശനം BJP നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായി അത് തുടരുകയാണെങ്കിൽ അത് BJPയുടെ മുന്നോട്ട് പോക്കിന്റെ ഭാവിയിൽ തന്നെ ഗുരുതരമായി ബാധിക്കും. കാരണം മറ്റുള്ള നേതാക്കൾ ഇതുപോലെ പറഞ്ഞു തുടങ്ങും, ചെറിയ നേതാക്കൾ തൊട്ട് അതൊക്കെ ആരൊക്കെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ട് മാറും. ദേശീയതയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ സംവിധാനങ്ങൾ ബഹുമാനിക്കുന്ന രീതിയിൽ രാജ്യവിരുദ്ധമല്ലാത്ത ഇപ്പോൾ ഇടതുപക്ഷം പറയും പലപ്പോഴും പറയും അവർ സ്വാതന്ത്ര്യത്തിന് അംഗീകരിക്കുന്നില്ല, അവർ ഇന്ത്യ സ്വതന്ത്രമാണെന്ന് വിശ്വസിക്കുന്നില്ല, ഇതല്ല ഇന്ത്യ ശരിക്കും ഇങ്ങനെയല്ല വേണ്ടത്, ഇന്ത്യ ടുക്കട ഗ്യാങ്ങൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യയെ കീറി മുറിക്കണം, ഇന്ത്യയെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, പല രാജ്യങ്ങളായിട്ട് വിഭജിക്കണം, കട്ടിംഗ് സൗത്ത്, അതുപോലുള്ള തീവ്രവാദ ആശയങ്ങൾ. BJP ആ നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പൊ BJPക്ക് ഒരിക്കലും ഈ പറയുന്ന സുപ്രീം കോടതിക്കെതിരായിട്ടോ ഭരണഘടനയ്ക്കെതിരായിട്ടോ ഇന്ത്യയിലെ സംവിധാനങ്ങൾക്കും ഇന്ത്യയിലെ സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങൾക്കും എതിരായിട്ടോ ഒരിക്കലും നിലപാടെടുക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പ്രവണതകളെ BJPക്ക് തടഞ്ഞു നിർത്തിയേ പറ്റുള്ളൂ. കാരണം അതിരൂക്ഷ വിമർശനമാണ് നിഷികാന്ത് ദുബെ പോലുള്ള ആൾക്കാർ ഉയർത്തിയത്. ഇത് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള നേതാക്കന്മാരും ഇതേ രീതിയിൽ വരും. മുമ്പ് ചില പരിശോധനകൾ ഉണ്ടായല്ലോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ട്. അപ്പോൾ BJP RSSന്റെ സർസംഘചാലക് പറഞ്ഞു എല്ലായിടത്തും പോയിട്ട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കണ്ട, അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ട എന്നുള്ളത് കൃത്യമായ നിർദ്ദേശം കൊടുത്തു. കാരണം BJPയുടെ ലക്ഷ്യം, BJPയുടെ സംഘപരിവാറിന്റെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് രാജ്യത്ത് മൊത്തം അസഹിഷ്ണുത ഇല്ലെങ്കിൽ ഈ പറയുന്ന അസ്ഥിരത ഉണ്ടാക്കാനല്ല, രാജ്യത്തിനെ സ്ഥിരവും സമൃദ്ധവും സുഖവുമാക്കാനുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ദുഷ്പ്രവണതകളെല്ലാം തടഞ്ഞു നിർത്തി. ഒരിക്കലും നമുക്ക് ഓർമ്മയുണ്ട് ആഗ്രയിലെ താജ്മഹലിനെതിരെ വലിയ വിമർശനം, താജ്മഹൽ വേറെ ക്ഷേത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ യോഗി വന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല, നിലപാടതല്ല, നിലപാട് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഇന്ത്യക്കാർ പണി കഴിപ്പിച്ച മഹത്തായ നിർമ്മിതിയാണ് താജ്മഹൽ. അപ്പോ അതിനുമേൽ അതിനെതിരെ ആർക്കും ശബ്ദിക്കാൻ കഴിയില്ല. കാരണം അത് നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് പറയാം. കാരണം ഇന്ത്യക്കാരുടെ അധ്വാനത്തിന്റെ അവരുടെ കഴിവിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് താജ്മഹൽ. അതുപോലെയാണ് ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളെയും എല്ലാ സ്ഥാപനങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളത് ഒരു ദേശീയവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശരിയായ നിലപാടാണ്. അതാണ് JP നദ്ദ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.